ഡൽഹി ശ്രീ അലക്സ് ഒഴുകയിൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അലക്സ് ഒഴുകയിൽ, ഏറ്റവും ഒടുവിൽ സർക്കാർ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ സാർ? ഇപ്പോൾ സർക്കാർ ഒരു ഉന്നതതല സമിതി, വനമന്ത്രി ചെയർമാനാണ് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. വന്യജീവി ആക്രമണമായുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ നടപടികൾ ഇതുവരെയുള്ളത് ഒട്ടും തൃപ്തികരമല്ല എന്നറിയാം. എങ്കിലും ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട് സർക്കാർ. പ്രതീക്ഷയുണ്ടോ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന്? ഒരു പ്രതീക്ഷയില്ല. വനമന്ത്രിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചിട്ട് വനമന്ത്രി കോട്ടയ്ക്കുള്ള തിരുമ്പി കിടക്കുന്ന വനമന്ത്രി വന്ന് കൂത്തിനെ പിടിക്കുന്നതാണ് അവർ പറയുന്നത്. അതോ മരപ്പട്ടിയെ പേടിച്ച് ഒളിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി വന്ന് കൂത്തിനെ പിടിക്കുന്നതാണ് പറയുന്നത്. എന്ത് അസംബന്ധമാണ് ഇവർ പറയുന്നത്? ഒരു നടപടി എടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് കളക്ടറുമായിട്ടുള്ള ചർച്ച തന്നെ പരാജയമായിരുന്നു. 10 ലക്ഷം രൂപ ഒരു വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോയിക്കോ എന്നുള്ള ദാർഷ്ട്യം നിറഞ്ഞ നിലപാടാണ് ജില്ലാ കളക്ടർ തീരുമാനിച്ചത്, ജില്ലാ കളക്ടർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ആ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. ബോഡി ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടമായിട്ടുള്ള കാര്യങ്ങൾ തൽക്കാലം വേണ്ട എന്നുള്ളതാണ് ബന്ധുക്കളടക്കമുള്ള നിലപാട്. വളരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളിലേക്ക് കാര്യങ്ങൾ പോകും. എന്ന് മാത്രമല്ല, ഇന്ന് രാവിലെ മഞ്ചേരിയിൽ കാട്ടുപന്നി ഇടിച്ചിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ദിവസവും ഒരാൾ കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവാണ്. മിനിങ്ങാന്ന് ഒരാൾ കൊല്ലപ്പെട്ടു, ഇന്നലെ 2 പേര് കൊല്ലപ്പെട്ടു, ഇന്ന് ഒരാൾ കൊല്ലപ്പെട്ടു. സർക്കാർ ഉറക്കം തൂങ്ങുന്നു. വനമന്ത്രി കോട്ടയ്ക്കുള്ള തൊഴിൽ ഇരിക്കുന്നു. മുഖ്യമന്ത്രി മരപ്പട്ടിയെ പിടിച്ച് ക്ലിഫ് ഹൗസിൽ ഒളിച്ചിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. വെള്ളരിക്കാപട്ടണം എന്നതിന്റെ ലിറ്ററൽ മീനിങ്ങിലേക്ക് കാര്യങ്ങൾ പോവാണ്. ആർക്കും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. കൃത്യമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം, ഈ പറഞ്ഞ കുറ്റകരമായ കൃത്യവിലോപം നടത്തിയ ആളുകളെ കേസെടുക്കണമെന്നും 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കുടുംബത്തിൽ ഒരാൾക്ക് സ്ഥിര ജോലി നൽകണമെന്നും അതുപോലെ അവിടെ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് അടിയന്തരമായി നടപടി എടുക്കണമെന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിലൊരു കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചർച്ച പരാജയപ്പെട്ടു. 100% ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ദാർഷ്ട്യം നിറഞ്ഞ ധിക്കാരപരമായിട്ടുള്ള നിലപാടാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ആ ഒരു നിലപാട് മാറ്റി ജനങ്ങളുടെ ജീവനാണ് തെരുവിൽ പൊലിയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു നിലപാട് സർക്കാർ എടുത്തില്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാവും എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരി, അലക്സ് ഒഴികയിലാണ് സംസാരിച്ചത്. ഇതിനിടെ താമരശ്ശേരി ബിഷപ്പ് റമജിയോസ് ഇഞ്ചനാനിയിലിന്റെ പ്രതികരണവും വന്നിരുന്നു. ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാനായില്ലെങ്കിൽ സർക്കാർ രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നാണ് താമരശ്ശേരി ബിഷപ്പ് പറയുന്നത്. സർക്കാരിന്റെ വാഗ്ദാനങ്ങളെല്ലാം പാഴ്വാക്കുകളാണ്. ജനങ്ങളെ കരുതാൻ നടപടിയില്ലെങ്കിൽ പ്രതിഷേധിക്കുമെന്നും ബിഷപ്പ് വ്യക്തമാക്കി. മലയോര മേഖലയിൽ മുഴുവനായി ഭീകരാന്തരീക്ഷമാണെന്നും ബിഷപ്പ് പറയുന്നു. സർക്കാരിന്റെ രൂക്ഷ വിമർശനമാണ് ബിഷപ്പ് മുന്നോട്ട് വെക്കുന്നത്. ഇതിനിടെ വന്യമൃഗ പ്രതിരോധം ചർച്ച ചെയ്യാൻ ഇടുക്കിയിൽ യോഗം ചേരുമെന്ന വാർത്തയും പുറത്തു വന്നു. ദേവികുളം DF ഓഫീസിലാണ് യോഗം വിളിച്ചിരിക്കുന്നത്. കളക്ടറും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പങ്കെടുക്കും. പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, തുടർച്ചയായ ആക്രമണങ്ങളാണ്, ഒരു സമാധാനവുമില്ല ജനജീവിതത്തിന്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഈ യോഗവുമായി ബന്ധപ്പെട്ടെന്താണ്? പ്രിൻസിലേക്ക് വരാം. കളക്ടറും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന 3 ഘട്ടങ്ങളിലായുള്ള യോഗമാണ് ഇടുക്കിയിൽ ചേരുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ഘട്ടത്തിൽ. കാരണം അത്രത്തോളം ജനരോക്ഷം അവിടെ ശക്തമാണ്. ജനങ്ങൾ വല്ലാതെ ആശങ്കാകുലരാണ്. ഇപ്പോൾ ഈ കാട്ടുപോത്തിന്റെ ആക്രമണം കൂടി ആയപ്പോഴേക്കും ആ മേഖലയിലും ജനത്തിന്റെ വലിയ പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് DFO ഇത്തരത്തിൽ യോഗം വിളിച്ചിരിക്കുന്നത്. പ്രിൻസ്, യോഗത്തിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള കടുത്ത വന്യമൃഗ ആക്രമണ സാഹചര്യത്തിലാണ് ഇപ്പോൾ ദേവികുളം DFO യോഗം വിളിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും അടക്കമുള്ളവർ പങ്കെടുക്കും. 3 ഘട്ടങ്ങളായിട്ടായിരിക്കും യോഗം നടക്കുക. ആദ്യം ടാറ്റ കമ്പനി അധികൃതരുമായും പിന്നീട് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളുമായും ഒപ്പം തുടർന്ന് ജനപ്രതിനിധികളുമായും ഒക്കെയുള്ള ചർച്ച നടക്കും. ഇതിന് ശേഷമായിരിക്കും എത്തരത്തിലുള്ള ഒരു നടപടികളാണ് പ്രത്യേകിച്ച് 3 മേഖലകൾ തേക്കുന്ന എന്നത് തീരുമാനമെടുക്കുക. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി മേഖലയിൽ വന്യമൃഗ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. ഈ 2 മാസത്തിനിടയിൽ മാത്രം 5 ജീവനുകൾ കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞ സാഹചര്യമുണ്ട്. ഒപ്പം കാട്ടുപോത്തുകളും കാട്ടുപന്നികളും അടക്കമുള്ള വന്യമൃഗങ്ങളും പതിവായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം. പ്രത്യേകിച്ചും മലകെട്ടാൻ ശാലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിലെല്ലാം കാട്ടാനകളുടെ സാഹചര്യം എല്ലാ ദിവസവും തന്നെ ഉണ്ടാകണം. അതിനാൽ തന്നെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്, വലിയ പ്രതിഷേധത്തിലാണ്. മാങ്കുളത്തടക്കമുള്ള ജനകീയ പ്രതിഷേധങ്ങൾ നടത്തുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രത്യേക യോഗം വിളിച്ചു